വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, സ്നേഹം തന്ന സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന്റെ ഭാഗ്യതാരകം ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ചക്രവാളത്തിൽ ഉദിച്ചുയർന്നിട്ട് 2.5 പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി ഭാരതീയരുടെ അവകാശമായ സ്വാതന്ത്ര്യം തിരികെ നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നുപോകുന്നത്. രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക വാനോളം അടിച്ചുയരുമ്പോൾ എല്ലാ ഭാരതീയരും വേഷത്തിന്റെയും ജാതിയുടെയും എല്ലാം അതിർത്തികൾ മറികടന്നുകൊണ്ട് അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്നു. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ പോലും മുട്ടുപഴപ്പിച്ച ആത്മബലത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ വീരപുരുഷന്മാരുടെ ജീവിത കഥകൾ പഴക്കഥകളാകാതിരിക്കുവാൻ ഓരോ സ്വാതന്ത്ര്യ ദിനവും ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിത്തുകൾ ഈ ഭാരതത്തിന്റെ മണ്ണിൽ പാകുന്നു. ആ വിത്തുകളിൽ നിന്ന് 100 പേരെ ഫലമുണ്ടാക്കുക എന്നതാണ് ഓരോ ഭാരതീയന്റെയും വരും തലമുറയുടെയും ഉത്തരവാദിത്വവും കർത്തവ്യവും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന നിലയിൽ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ്ണ ലിപികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നെഹ്റുവിന്റെ തന്നെ ഭാഷയിൽ ലോകം മുഴുവൻ നോക്കുമ്പോൾ ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണെന്ന് പറഞ്ഞത് ലോകം മുഴുവൻ ഇന്നും ഉറ്റുനോക്കുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക് തുടങ്ങി അനേകം നേതാക്കന്മാരുടെ ത്യാഗവും തപസ്സുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന, നാം ഇന്ന് ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം. 1757 പ്ലാസി യുദ്ധം അടിത്തറയിട്ട ബ്രിട്ടീഷ് ഭരണത്തിന് ഒരറുതി വരുത്തുവാൻ 1947 വരെ അധ്വാനിക്കേണ്ടി വന്നു. സാംസ്കാരികമായി, സാമ്പത്തികമായി, ഭരണപരമായി വളരെ സമൃദ്ധിയിലായിരുന്ന ഇന്ത്യയെ പിന്നിലേക്ക് തള്ളിയ വലിയൊരു സംഭവം തന്നെയായിരുന്നു 2 പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണം. ഇക്കാലയളവിൽ മഹാത്മാഗാന്ധിയുടെയും മറ്റു നേതാക്കളുടെയും നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല തുടങ്ങി അനേക യജ്ഞങ്ങൾ നടന്നിരുന്നു. ഇത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണഘടനാപരമായ മാറ്റങ്ങൾ വരുത്തുവാൻ ഇന്ത്യക്കാരുടെ ആവശ്യത്തെ നിഷ്കരണം തള്ളിക്കളഞ്ഞ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അനാസ്ഥയുടെ പേരിൽ ക്വിറ്റ് ഇന്ത്യ ഏറെ ജനപിന്തുണ നേടി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലങ്ങളും ക്രിപ്സ് മിഷന്റെ പരാജയവുമെല്ലാം ജനങ്ങളെ ആകെ കോലാഹലത്തിലാക്കിയിരിക്കുകയായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും വിലക്കയറ്റവും എല്ലാം മൂലം ആകെ പരിഭ്രാന്തിയിലായിരുന്ന മനുഷ്യർ ക്വിറ്റ് ഇന്ത്യ, ഭാരത് ഛോഡോ എന്ന് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അണിനിരന്നു. തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഓരോ ജനങ്ങളും ഉയർത്തെഴുന്നേൽക്കണമെന്ന് ഭാരതീയ ജനങ്ങൾ മനസ്സിലാക്കി. ദേശീയത എന്ന വികാരം ഭാരതീയ മണ്ണിൽ വിതച്ചവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. ദേശീയത വളർന്നപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നാം ഭാരതീയരുടെ ശക്തിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. മഹാത്മാഗാന്ധിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്ത്യൻ പട്ടാളക്കാർ ഇനി ഒരു ഭാരതീയനെ പോലും തങ്ങൾ വധിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ തങ്ങളുടെ രാജ്യത്തോടുള്ള കർത്തവ്യം അവർ പൂർത്തിയാക്കി. ഇത്തരത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചത്. രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക വാനോളം പറന്നുയരുമ്പോൾ, ദേശീയ ഗാനത്തിന്റെ അലയൊലികൾ നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുമ്പോൾ, ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ സ്വന്തം രാജ്യത്തെ കുറിച്ചുള്ള അഭിമാനം അലയടിച്ചുയരാം. എന്നാൽ ഇന്ന് അനേകം പ്രതിസന്ധികളും പരിമിതികളും സ്വാതന്ത്ര്യത്തിന് നേരിടുകയാണ്. 76ാം വർഷം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ 76 മോഹൻലാൽ ക്ലിനിക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നടത്തിയ വലിയ മുന്നേറ്റങ്ങൾ നാം കണ്ടില്ല എന്ന് നടിച്ചുകൂടാം. അനുകരണീയമായ ഇത്തരം മാതൃകകളെ ഉയർത്തുവാൻ
ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.